ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 41-ാം വാക്യം. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ നീ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഈ വചനത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്വഭാവമായതല്ലേ, നമ്മളൊക്കെ പലപ്പോഴും ഒരു CCTV പോലെ ക്യാമറ പോലെ CCTV ക്യാമറയില്ലേ, അതേപോലെ വർക്ക് ചെയ്യുന്നവരാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകം? മറ്റൊരുവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക, അപരൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അത് കൊട്ടിഘോഷിക്കുവാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നതും ഇത് തന്നെയാണ്. മറ്റൊരുവൻ്റെ ജീവിതത്തിലെ കുറവ് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നതേ, നീ നിന്റെ കണ്ണിലെ തടിക്കഷ്ണമാണ് മാറ്റേണ്ടത്. അപരൻ്റെ കണ്ണിലേക്ക് നോക്കി ജീവിക്കേണ്ടവനല്ല നീ തിരുത്തേണ്ടത് നിന്നെ തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. നമ്മൾ മനുഷ്യരാ, ദൈവത്തിന് ഇത് കൃത്യമായിട്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവുകൾ പരിഹരിക്കാനായിട്ടാണ് ഞാൻ പരിശ്രമിക്കേണ്ടത്. ഒരിക്കലും അപരൻ്റെ ജീവിതത്തിലെ കുറവുകൾ നോക്കി അവനെ കുറ്റം പറഞ്ഞ് അവൻ്റെ പോരായ്മകൾ കൊട്ടിഘോഷി നടക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറരുത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ എന്തുകൊണ്ടാണ് അപരൻ്റെ ജീവിതത്തിലെ കുറവുകൾ നമ്മളിങ്ങനെ പറയുന്നത്? നമുക്ക് അവനെ ഇഷ്ടമില്ല. നമ്മളൊരാളെ വെറുക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഇങ്ങനെ പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പോരായ്മ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് തന്നെ പിന്നീട് അവരോട് നമുക്ക് ഭയങ്കര വെറുപ്പുള്ളപ്പോഴും നമ്മുടെ നോട്ടം എപ്പോഴും എന്താ? അവൻ്റെ നന്മയിലേക്കാണോ? അവൻ 100 നന്മ ചെയ്താലും ആ നന്മയിലേക്ക് പോകത്തില്ല, മറിച്ച് അവൻ ചെയ്യുന്ന ഒരു കുറവിലേക്ക് നോക്കി ആ കുറവ് മറ്റുള്ളവരോട് പറഞ്ഞ് കൊട്ടിഘോഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. കാരണം എനിക്ക് അവനെ ഇഷ്ടമില്ല. നമ്മൾ അവനെ സ്നേഹിക്കാതെ പോകുന്നത് കൊണ്ടാണ് അവൻ്റെ കുറവുകൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുവാനായിട്ട് തയ്യാറാവുന്നത്. എന്നാൽ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, മോളെ, നീ ഒരിക്കലും അപരൻ്റെ ജീവിതത്തെ തിരുത്താനായിട്ടല്ല പരിശ്രമിക്കേണ്ടത്. നീ തിരുത്തേണ്ടത് നിന്റെ ജീവിതം. കാരണം നിന്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കുറവുണ്ടല്ലേ. അതാണ് വചനം കൃത്യമായിട്ട് പറയുന്നത്. എന്താണ്? അപരൻ്റെ കണ്ണിൽ എന്നാ ഉള്ളത്? ചെറിയൊരു കരടാ ഉള്ളത്. പക്ഷെ എൻ്റെ കണ്ണിൽ എന്താ ഉള്ളത്? വലിയൊരു തടിക്കഷ്ണമാണ്. അത്രയേറെ കുറവുകളും അത്രയേറെ പോരായ്മകളും എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അപരൻ്റെ ജീവിതത്തിലെ ചെറിയൊരു പോരായ്മ തിരുത്താനായിട്ട് ഞാൻ നോക്കുക. ആ തിരുത്തൽ വേണ്ട കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ അത് മാറ്റണം. പ്രയാസമുള്ള കാര്യമാണ്. അത് മാറ്റണമെങ്കിൽ ആദ്യം എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണം. സ്നേഹിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ കുറ്റം പറയുന്ന ശീലം കുറേയൊക്കെ അങ്ങ് മാറും. പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ, എല്ലാവരെയും സ്നേഹിച്ചാൽ ഒരിക്കലും കുറ്റം പറയാനായിട്ട് ഇടയാവത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിക്കാത്തിടത്തോളം കാലം സ്നേഹമുള്ളവരെ, ആ കുറവ് ഞാൻ പരിഹരിക്കുന്നത്, എൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാതെ ഞാനത് പരിഹരിക്കത്തില്ല. പലപ്പോഴും ഇത് മനസ്സിലാക്കാനായിട്ടോ ഇത് അംഗീകരിക്കാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല. നമ്മളൊക്കെ കുറവുകളുള്ളൂ. പക്ഷെ എൻ്റെ കുറവ് ഞാൻ അംഗീകരിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ ആ കുറവ് ഞാൻ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ അംഗീകരിക്കുവാനായിട്ട്, ആ കുറവുകൾ പരിഹരിക്കുവാനായിട്ട് ഒരിക്കലും അവരുടെ ജീവിതത്തെ തിരുത്തുന്ന വ്യക്തികളാകാതെ സ്വന്തം നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കി തിരുത്തുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെയും നന്മ പറയുവാനായിട്ട്, എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.